മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിയും കരുണയും സംസാരിച്ച് നിൽക്കുന്നിടത്തേക്ക് ദുർഗ വരുന്നുണ്ട്. എന്നിട്ട് ദുർഗ അവരോട് പറയുന്നുണ്ട്, കണ്ണൻ തിരിച്ചിവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരും ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാനുള്ള സാധ്യത ഏറെയാണ്. കാരണം നമ്മളും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നത് കണ്ണന് നല്ല സംശയമുണ്ടാവും. അത് പല പ്രാവശ്യം അവന് തെളിഞ്ഞിട്ടുള്ളതല്ലേ എന്നെല്ലാം ദുർഗ പറയുന്നുണ്ട് അവരോട്. പോലീസ് വന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം മോനെ എന്നെല്ലാം ദുർഗ ഉണ്ണിയോട് ചോദിക്കുന്നു. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, നമ്മൾ എന്ത് ചോദിച്ചാലും ഒന്നും അറിയില്ല എന്ന് മാത്രം പറയുക. മാത്രമല്ല മേഘേട്ടനും അതുപോലെ കരുണയുടെ അച്ഛനും എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഇതിലൊന്നും ഇടപെടണ്ട എന്നാണ് ഉണ്ണി പറഞ്ഞു കൊടുക്കുന്നത് അമ്മയോട്. പിന്നീടാണെങ്കിൽ മഞ്ജു ഉറങ്ങുന്ന റൂമിലേക്ക് മേഘനാഥൻ വന്ന് കയറുന്നുണ്ട്. മേഘനാഥൻ ഉറങ്ങിക്കിടക്കുന്ന മഞ്ജുവിനെ എണീപ്പിച്ചിട്ട്, ഞാനൊരു കാര്യം പറഞ്ഞില്ലേ നിന്നോടെന്ന്, നിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും തീരാൻ പോവുകയാണ്, നീ ആഗ്രഹിച്ച പോലെ ഒരു നല്ല ജീവിതം നിനക്ക് വന്നു ചേരാൻ പോവുകയാണെന്നെല്ലാം പറഞ്ഞ് അവളോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന മഞ്ജു, മേഘേട്ടൻ എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മേഘം പറയുന്നുണ്ട്, ആ കമലേശ്വരത്തെ റാണിയായിട്ട് വാഴാൻ വന്ന ആ മഹാലക്ഷ്മി ഉണ്ടല്ലോ കണ്ണൻ്റെ ഭാര്യ, അവൾ ഒരു പിടി ചാരമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സത്യം മേഘനാഥൻ പറയാണ് മഞ്ജുവിന്. മഞ്ജു ഇത് കേൾക്കുന്നതോടെ ഞെട്ടി നിൽക്കുകയാണ്. ഇതെല്ലാം പറഞ്ഞെങ്കിലും മഞ്ജുവിൻ്റെ മനസ്സിൽ മഹാലക്ഷ്മിയും കണ്ണേട്ടനും ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളൊരു ധൈര്യം വരെയാണ്. അവർക്ക് ഈശ്വരൻ അവരുടെ കൂടെയുണ്ട്, അവർ അങ്ങനെയൊന്നും പോകുന്നവരല്ല, അവർക്ക് തുണയായിട്ട് ദൈവം അവരെ സംരക്ഷിച്ചിട്ടുണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ മഞ്ജു അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ മേഘനാഥൻ മഞ്ജുവിനോട് പറയുന്നുണ്ട്, ഇനി എനിക്ക് നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം, ആ മഹാലക്ഷ്മി എന്ന ആ ചാപ്റ്റർ അവസാനിച്ചു കഴിഞ്ഞു എന്നെല്ലാം പറഞ്ഞ് സന്തോഷത്തോടുകൂടി വളരെയേറെ ചിരിച്ച് അത് അട്ടഹസിച്ച് അങ്ങനെ ഉറങ്ങാൻ കിടക്കുകയാണ് മേഘനാഥൻ. പിന്നീട് പ്രതാപൻ്റെ വീട്ടിലേക്ക് കരുണ എത്തുന്നുണ്ട്. കരുണ ചോദിക്കുന്നു, അച്ഛാ അമ്മ വല്ല വിവരങ്ങളും അറിഞ്ഞോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പ്രതാപൻ പറയുന്നു, ഇല്ല ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല, അവളെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് മാത്രമൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടെന്നെല്ലാം പറയാണ്. ഇനി ഇതിനെക്കുറിച്ച് എന്ത് നമ്മളോട് അവൾ ചോദിച്ചാലും നമുക്ക് ആർക്കും ഒന്നും അറിയില്ല എന്നുള്ള മറുപടി മാത്രമായിരിക്കണം കൊടുക്കേണ്ടതെന്ന് പ്രതാപൻ പറയുന്നു. ആ സമയം കരുണ പറയുന്നുണ്ട്, ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്ന് പോയപ്പോഴും അമ്മയോട് പറഞ്ഞു, ഇനി ഒരു പ്രശ്നത്തിന് ഞാൻ അവൾക്കരികിലേക്ക് പോകുന്നില്ല, അവളെ ഇനി സ്നേഹിക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുള്ള കാര്യം പ്രതാപനോട് പറയുന്നുണ്ട് കരുണ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവളെ കാണാതായതിൻ്റെ പേരിൽ എന്നെയും അച്ഛനെയും ഒന്നും അമ്മ സംശയിക്കാൻ ഒരു സാധ്യതയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുന്നുണ്ട്, അല്ലെങ്കിലും അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലായിരുന്നു, ഇതോടുകൂടി അഹങ്കാരം ഒന്ന് കുറഞ്ഞല്ലോ, കണ്ണൻ്റെ ഭാര്യ എന്നുള്ള ഒരു വലിയ അഹങ്കാരം അവൾക്ക് ഉണ്ടായിരുന്നു, മഹാറാണിയെ വാഴുകയല്ലായിരുന്നു അവളവിടെ, എന്തായാലും ഇത് നന്നായി എന്നെല്ലാം പറഞ്ഞ് മുത്തശ്ശി എല്ലാവരുമായിട്ട് സന്തോഷിക്കുകയാണ്. പിന്നീട് കണ്ണനെ കാണാനായിട്ട് മാർക്കോ എത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മഹാലക്ഷ്മി വളരെ സേഫായിട്ട് ലേഖയുടെ വീട്ടിലുണ്ടെന്നും അതുപോലെ തന്നെ അവിടെ നടന്ന വലിയൊരു ചതിയായിരുന്നു എന്നും അതിൽ നിന്നും മഹാലക്ഷ്മിയെ ഞാൻ രക്ഷിച്ചു കൊണ്ടുവന്ന കഥകളെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന കണ്ണൻ മാർക്കോവിനോട് ചോദിക്കുന്നു, ഈ തന്നോട് എങ്ങനെ ഇതിനെല്ലാം നന്ദി പറയണമെന്ന് എനിക്കറിയില്ല, എല്ലാ അപകടങ്ങളിലും താൻ ഞങ്ങളെ രക്ഷിച്ചല്ലോ എന്നെല്ലാം പറയുന്നു. ഇതിനൊന്നും നന്ദി പറയേണ്ട ആവശ്യമില്ല എന്നും പറയുന്നുണ്ട് മാർക്കോ. ഞാനും എൻ്റെ മഹാലക്ഷ്മിയും തന്നോടെന്നും കടപ്പെട്ടവരായിരിക്കുമെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. അതേസമയം അനന്ത് പറയുന്നുണ്ട്, ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് നിങ്ങൾക്ക് നേരെ ഈ അറ്റാക്ക് നടക്കുന്നത്, ഇനി ഇങ്ങനെ വിട്ടാൽ പോരാ കണ്ണ, ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം, ആ മേഘനാഥനെയും പ്രതാപനെ വെറുതെ വിടരുതെന്നും പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇനി എന്തായാലും വെറുതെ വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്നെല്ലാം പറയുന്നു. ആ സമയം മാർക്കോ പറയുന്നുണ്ട്, സാറായിട്ട് ഒന്നും ചെയ്യേണ്ട, ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആ പ്രതാപനെയും അതുപോലെ മേഘനാഥനെയും നെട്ടോട്ടം ഓടുന്നത് ഞാൻ സാറിന് കാണിച്ചു തരാം എന്നെല്ലാം മാർക്കോ പറയുന്നുണ്ട്. അപ്പോൾ അനന്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് മാർക്കോവിൻ്റെ പ്ലാനെന്ന്. പ്ലാനൊക്കെ ഞാൻ പിന്നീട് പറയാം, ആദ്യം തന്നെ കണ്ണൻ സാറ് മഹാലക്ഷ്മി മാഡത്തിനെ കാണുന്നില്ല എന്നും പറഞ്ഞ് ഒരു പരാതി പോലീസിൽ കൊടുക്കണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നെല്ലാമാണ് മാർക്കോ പറയുന്നത്. അങ്ങനെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് വളരെ ത്രില്ലിംഗ് ആയ എപ്പിസോഡുകളാണ്, നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.